ആലുവ ജില്ലാ ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടതിൽ പ്രതിഷേധം. SDPI ആലുവ മണ്ഡലം കമ്മിറ്റിയാണ് ഇന്ന് പ്രതിഷേധവുമായി എത്തിയത്. ജനറേറ്റർ മേടിക്കാൻ തീരുമാനിച്ചു. നിങ്ങളുടെ ഇവിടുത്തെ സൂപ്രണ്ടിന്റെ അഭാവം, അവരുടെ കാര്യക്ഷമമില്ലാത്ത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ആ പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ജനറേറ്റർ മേടിക്കാൻ പറ്റായിരുന്നത്. ജനറേറ്റർ ഇല്ലാത്തതിന്റെയാണ് ഈ വരുന്ന ഇവിടെ 227 ബെഡ് സൗകര്യമുണ്ട്. സാധാരണക്കാരെ ജനങ്ങളെ കിടത്തി ചികിത്സിക്കാനുള്ള സ്ട്രെങ്ത് ഈ ഹോസ്പിറ്റലിലുണ്ട്. കിടത്തിയിട്ടുണ്ട് സാറ് പറഞ്ഞേ, കിടത്തിയിട്ടുണ്ടാ? എത്ര ഡിപ്പാർട്ട്മെന്റ് ഇവിടെ തന്നെ DMOയും ഇവിടെ മറ്റേ നിങ്ങളുടെ മേലധികാരികൾ ഇവിടെ നിന്ന് മൊത്തം വെരിഫൈ ചെയ്തിട്ട് ഇതിന്റെ അകത്ത് മൊത്തം കൃത്രിമമാണ്. നിത്യേന ആയിരക്കണക്കിന് രോഗികളെത്തുന്ന ആശുപത്രിയാണിത്. ഓപ്പറേഷൻ തിയേറ്ററിലെ ജനറേറ്ററും വൈദ്യുതി വിതരണ ശൃംഖലയിലെ കേടുപാടുകളും പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാസം 24 വരെ അടച്ചിടുന്നതെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. സിസേറിയന് പുറമെ അസ്ഥിരോഗം, ജനറൽ സർജറി എന്നിവയിലാണ് ഇവിടെ കൂടുതൽ ശസ്ത്രക്രിയകൾ നടത്തുന്നത്. കോവിഡ് ബ്ലോക്കിൽ സുസജ്ജമായ മൈനർ ഓപ്പറേഷൻ തിയേറ്ററുണ്ട്. അത് പ്രവർത്തിപ്പിച്ചാൽ ഗുരുതരമല്ലാത്ത രോഗങ്ങൾക്കുള്ള ശസ്ത്രക്രിയകൾ നടത്താനാകുമെങ്കിലും അതിനുള്ള നടപടിയും എടുത്തിട്ടില്ല. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഏക ആശുപത്രിയാണിത്. ആലുവ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ ആലുവ ഹോസ്പിറ്റല് ഉപരോധിക്കാനാണ് നമ്മളിവിടെ എത്തിയത്. ഇവിടെ 13-ാം തീയതി തുടങ്ങി ഇവിടെ ഓപ്പറേഷൻ നടക്കണില്ല. ഓപ്പറേഷൻ തിയേറ്റർ പൂട്ടിയിട്ടേക്കാണ്. കേരളത്തിൽ തന്നെ 6 കോടി രൂപ മുടക്കി 4 തിയേറ്ററും ഒപ്പമുള്ള ആധുനിക ഹോസ്പിറ്റലുകളെ വെല്ലുന്ന രീതിയിലുള്ള ഇവിടെ തിയേറ്ററാണ് ആലുവയിലുള്ളത്. ഇത് കഴിഞ്ഞ 2023 ഇവിടെ തകരാറ് പറയണ ഇവർ ജനറേറ്റർ ഇല്ലാന്ന് പറയണേ. 2023 ജില്ലാ പഞ്ചായത്തിന് ഇതിൽ 30 ലക്ഷം രൂപ മുടക്കി ജനറേറ്റർ മേടിക്കാൻ വേണ്ടി പൈസ വകയിരുത്തി മാറ്റി വെച്ചതാണ്. ആ പദ്ധതി കൃത്യമായിട്ട് ഇവർ ഫോളോ അപ്പ് ചെയ്യാതിരുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത്. ആ ജനറേറ്ററിന്റെ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഇത്തരം ഉള്ളൊരു ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായ. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ മൊത്തത്തിലെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനകത്ത് 3 കോടി രൂപ മുടക്കി 2023 ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വൃദ്ധരുടെ വാർഡ്, അത് ഇന്ന് വരെ അവർക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. 2 കോടി രൂപ മുടക്കി അതുപോലെ തന്നെ പ്രസവ വാർഡ് ഇവിടെ വർക്ക് പൂർത്തീകരിച്ച് അത് അവർക്ക് കൃത്യമായിട്ട് അത് ഉദ്ഘാടനം ചെയ്തിട്ട് കൃത്യമായിട്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ആലുവ ഹോസ്പിറ്റലിന്റെ സ്ട്രെങ്ത് മൊത്തത്തിൽ 227 പേരെ ആലുവ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കാനായിട്ട് ഉള്ള സൗകര്യവും സ്റ്റാഫുകളും എല്ലാം ഉള്ളതാണ് ആലുവ ഹോസ്പിറ്റൽ. ഇവിടെ ഇപ്പൊ ആളുകളെ കിടത്തി ഇവിടെ ചികിത്സിക്കുന്ന 40 പേരോ 60 പേരിൽ കൂടുതൽ ഒരാളെ വരെയും ഇവിടെ അഡ്മിറ്റ് ചെയ്യാനോ കിടത്തി ചികിത്സിക്കാനോ ഇവർ തയ്യാറാവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇവിടെ ടോട്ടലി നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത്തരം ആധുനിക സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാത്ത ഒരു ഇലക്ട്രീഷ്യൻ വരെയാണെന്ന് ഇതിന്റെ അകത്തുള്ള മൊത്തം ഇലക്ട്രിക്കൽ വർക്ക് നടത്തിക്കൊടുക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് SDTU എറണാകുളം ജില്ലാ പ്രസിഡന്റ് റഷീദ് അടേപ്പുറം, SDPI എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം NK നൌഷാദ്, SDPI ആലുവ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KM അബു, SDPI മണ്ഡലം സെക്രട്ടറി ആഷിഖ് നാലാമൈൽ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ജെയിംസ് ഫ്രാൻസിസ്, മുഹമ്മദ് അലി മലയപ്പള്ളി, കുഞ്ഞു മുഹമ്മദ് ചൂർണിക്കര, ഫെമീർ ഉമർ, സജീബ് കോമ്പാറ, പഞ്ചായത്ത് ബ്രാഞ്ച് നേതൃത്വങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.